अरे मेरे को भी मारेगा मारेगा ट्राई करो एक तो ब्राउनी जो है लैब्राडोर है वो एक बार आप खोल दो तो पूरा भाग जाएगा, मतलब रुकेगा ही नहीं। और मतलब अगर लीज अगर छोड़ दिए तो फिर पकड़ना बहुत मुश्किल है। और मैक्स का ऐसा है कि वो बहुत मतलब चंचल है, मतलब हर वक्त बस कूदना है और किसी को ये नहीं सुनता नहीं है बात किसी का भी। ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണോമാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഇപ്പം പോലീസ് പട്ടി തന്നെ കഞ്ചാവ് ചെടി നമ്മൾ എന്നെ മൂത്രം ഒഴിച്ചു കണ്ട. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോർത്ത് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മാക്സിൻ്റെയും ബ്രൗണിയുടെയും വീഡിയോ. ये कितना टाइम भी बैठेगा ये नो प्रॉब्लम, बट खाने को टाइम है ना कुंज, उसके बीच में रुकना चाहिए. अभी खाने को बोलो खा लो. Enough. Run, enough. Hey, sit. Sit. Good boy. കഞ്ചാവ് ചെടിയുമേ മൂത്രമൊഴിച്ച കാരണം കൊണ്ടല്ല ഇവന് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഇവന് കുറച്ച് ബിഹേവിയറും പ്രശ്നങ്ങളുണ്ട്. അത് പഴയ വീഡിയോ നോക്കിയാൽ അറിയാം. അപ്പോൾ ആ പഴയ വീഡിയോകൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പോയിട്ട് നോക്ക്. उसके पास जाओ तू ये क्या कर रहा है. അപ്പോൾ ഫുഡ് അഗ്രഷൻ ഭയങ്കരമായിട്ട് കാണിക്കുന്ന നമ്മുടെ മാക്സിൻ്റെ അടുത്തോട്ട് നമ്മുടെ ചെക്കനെ വിട്ടോക്കാണ്. എന്താണാവോ ചെക്കനെ ചെയ്യണാവോ, കൂടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഉള്ളിട്ട് ചമ്മന്തി ആക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അവൻ്റെ ആദ്യത്തെ വീഡിയോകളിൽ അവൻ്റെ അഗ്രഷനൊക്കെ നല്ല രീതിയിൽ കാട്ടിയിട്ടുണ്ടായിരുന്ന ഡോഗാണ്. നമ്മൾ ഈ ഒരു 5 ഡേയ്സ് ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ 7 ദിവസത്തിന് ശേഷമുള്ള വീഡിയോയാണ്. അടുത്ത അപ്പോൾ എടുത്തോ കൈ കൊണ്ട് എടുത്തോ. പിന്നെ വെരി വെൽ, ഗുഡ് ബോയ്. കം, നീ ഇങ്ങോട്ട് വന്ന് പുറത്ത് വെച്ച് കൊടുത്ത് വെച്ചാ അവിടെ വെച്ച് സിറ്റ് പറഞ്ഞവനോട്. മാക്സ് ചുക്ക് നഫ് വെരി വെൽ പുഷ്. ഏയ് നഫ് ക്യുക്ക് മാക്സ് ക്യുക്ക് പുഷ് സിറ്റ്. യെസ് ഗോ ഫ്രീ. इधर 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 ब्राउनी इनफ क्यों टेक. उधर कहाँ जा रहा है खाना खाने? ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ സ്റ്റേ പറഞ്ഞവരിയ്ക്കും, പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ചെയ്യിപ്പിച്ച് നമ്മൾ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അന്നേരമാണ് പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. അതാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവരെ പഴയ വീഡിയോയിലുണ്ടായിരുന്ന പോലെയല്ല ഇവരിപ്പോൾ ബിഹേവിയർ. ഇവരെ പഴയ ബിഹേവിയറിങ് വളരെയധികം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവരെ ഓഫ് ലീഷ് ട്രെയിനിങ്, മുമ്പ് ഇവരെ ഓരോരുത്തരായിട്ടാണ് നമ്മൾ ഓഫ് ലീഷിൽ പുറത്തോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ നമ്മൾ 2 പേര് ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഉണ്ടാവാനുള്ള പ്രോബ്ലംസുകൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു സൈഡിൽ മാത്രം നോക്കിയാൽ പോരാ, 2 സൈഡിലുള്ള വണ്ടികൾ നമ്മൾ നോക്കണം. അപ്പോൾ ദൂരം തന്നെ വണ്ടികൾ, വലിയ വണ്ടികൾ വരുന്നുണ്ട് ഉള്ള ഒരു സിഗ്നൽ നമ്മുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിലോട്ട് പോവുക. പിന്നെ ഓഫ് ലീഷ് ട്രെയിനിങ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ അവരെ ഫ്രീ കമാൻഡും കൂടി പഠിപ്പിക്കണം. ആ ഫ്രീ കമാൻഡ് നല്ല രീതിയിൽ പഠിച്ചാലാണ് അവരൊരു ഫ്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ഒപ്പം നടക്കണം. പിന്നെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഫീഡ്, പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് മെത്തേഡായിട്ട് ഫീഡ് കൊടുക്കാം. കൂടുതലും നെഗറ്റീവ് റീഫോഴ്സ്മെൻറ്റ് മെത്തേഡിൽ കൂടിയാണ് ഞാൻ ട്രെയിനിങ് ചെയ്യാറുള്ളത്. അവിടെ അപ്രിഷിയേഷനായിട്ട് കിട്ടുന്നത് ഡോഗ്സിന് ഞാനായിട്ടുള്ള ബോണ്ടിങ്ങിൽ നിന്നുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ളത്,
അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഞാൻ അവരെ ഇതാക്കുന്നത്. അതായത് ഒരു ട്രീറ്റിനോട് താല്പര്യമില്ലാത്ത കുറേ ഡോഗ്സുകളുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെക്നിക്ക് പറ്റുള്ളൂ. പിന്നെയും എങ്ങനെയാണ് ഈ ട്രീറ്റ് കഴിക്കണ പോലെ തന്നെ സ്മാർട്ടായിട്ട് അവർ ബിഹേവ് ചെയ്യണമെന്നൊക്കെ എന്നോടത്ത് ചില സ്റ്റുഡൻസ് കിട്ടും, ഇവരൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ അവരായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബോണ്ടിങ്ങാണ്. ഇതിൽ മുമ്പേ നമ്മൾ പറഞ്ഞു അവരെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇവിടെ വന്നതിന് ശേഷം ഒരു 5 to 10 ഡേയ്സാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ എത്രയും നല്ല രീതിയിൽ അവരെ വിശ്വാസം പിടിച്ചു പറ്റുക. അവർക്ക് എന്തൊക്കെയാണ് താല്പര്യം. പെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡോഗിനെ എവിടെ പെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഡോഗിന് നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ തന്നെ ഏതൊക്കെ ഫീഡുകൾ അതിന് ഏറ്റവും താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്നുണ്ട്. ഒരു ഡോഗിന് എന്തൊക്കെ പ്രേ ഡ്രൈവുകൾ കൂടുതൽ താല്പര്യം ഉണ്ടെന്നുള്ള കാര്യങ്ങളുണ്ട് അതിൽ. പിന്നെ ഡോഗിന് ഫ്രീഡം ഓൾമോസ്റ്റ് എല്ലാ ഡോഗ്സിനും നല്ല താല്പര്യമുള്ളൊരു കാര്യമാണ്. അതെങ്ങനെ നല്ല രീതിയിൽ കൊടുക്കാം, അതായത് റീകോളും കൂടിയും കറക്റ്റ് ചെയ്തിട്ട് എങ്ങനെ കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചാലാണ് നമുക്ക് ഓഫ് ലീഷിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ 4 ഇയർ ആയിട്ടുണ്ടായിരുന്ന ഡോഗിനെ മുമ്പ് ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ് ബേസിക് ഒബീഡിയൻസ്. പക്ഷേ അതിൻ്റെ വാക്കിങ്ങിൽ അതിനെ ഇൻ ഫ്രണ്ട് ഓഫ് ഇരുത്തിയിട്ടാണ് ട്രെയിൻ ചെയ്തത്, ഫ്രണ്ടിൽ ഇരുത്തിയിട്ട്. ഇപ്പോൾ നമ്മൾ മാക്സിനെ നമ്മൾ വന്നതിന് ശേഷം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ബേസിക്കും. അവനൊരു അഡ്വാൻസൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ഡോഗാണ്. 1 ഇയർ ഇവിടെ നിന്നും ഒരു 100 കിലോമീറ്ററോളം പോയിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരുന്ന ഡോഗാണ്. അപ്പോൾ അതൊരു കോമ്പൗണ്ടിൽ ട്രീറ്റ് കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അനുസരിക്കും. പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് മെത്തേഡിലൂടെ നല്ല രീതിയിൽ അനുസരിക്കും ഡോഗ്. പക്ഷേ പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡോഗ് ഒന്നും അനുസരിക്കില്ല. വേറെയുള്ള ഡോഗുകളുടെ സ്മെല്ലെടുക്കും. പിന്നെ ഈവൻ പെട്ടെന്നെങ്ങാനും ലീഷ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ബാർക്ക് ചെയ്യുന്ന സമയത്ത്, വേറെയുള്ള ഡോഗുകൾ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും അവർ. അപ്പോൾ ആ സമയത്തൊക്കെ മിസ്സായി കഴിഞ്ഞ് പിന്നെ ആളെ കിട്ടില്ല. ആൾ ഗേറ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് തുറന്നിട്ട് സ്റ്റാഫുകൾ അങ്ങാനും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ, പരിചയമില്ലാത്തവർ വന്ന് തുറന്നു കഴിഞ്ഞാൽ അങ്ങാനും മിസ്സായ. ഇവിടെ തന്നെ ഒരു 2-2.5 ഏക്കറിൻ്റെ ഹൈവേരെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഓഫീസറുടെയാണ് ഈ ഡോഗ്. അപ്പോൾ 4 ഇയറായി ഇവിടെ തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു 2 ഇയറും കൂടി ഉണ്ട്. അപ്പോൾ ആളുടെ ഡോഗാണ് ഈ ലാബർ ഡോഗ്. അപ്പോൾ അവന് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവിടെയും ആൽഫ ഡോഗുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഫൈറ്റിങ്ങും പ്രോബ്ലംസുകളൊക്കെ കൂടുതലായപ്പോഴാണ് നമ്മളവർ വിളിപ്പിച്ചത്, ഇവനും കൂടി ട്രെയിനിങ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഡോഗ് ഔട്ട്സൈഡിലും നല്ല രീതിയിൽ ഒബീഡിയൻസൊക്കെ ചെയ്യും. പക്ഷേ വാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റ്ലി നമ്മളാണ് ഫസ്റ്റ് ടൈം അതിന് വാക്കിങ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ സുഖമാണ്. ഇപ്പോൾ അതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകണ്ട. അതിന് ഐ കോണ്ടാക്റ്റ് നമ്മുടെ എടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് സ്ഥലം വേണം. അങ്ങനെയാണ് അത് ഫ്രണ്ടിലിരുത്തിയിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഓൾഡ് മെത്തേഡിൻ്റെയാണ്. അപ്പോൾ ഒരു ന്യൂ മെത്തേഡ് ഈ അതിൽ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഓഫ് ലീഷിൻ്റെ ടെക്നിക്സുകളൊക്കെ മോണോമാർക്കിൻ്റെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു 10 ഡേയ്സിൽ, അതായത് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളെ ഓരോ ബ്രീഡിനും ഓരോ ഏജിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ ആയി മാറാനുള്ള ചാൻസസുകളുണ്ട്. ഇപ്പോൾ ഒരു 8 മാസമായിട്ടുള്ള യങ് ആയിട്ടുള്ള ഡോഗാണ് ഈ ഡോബർമാൻ. ഇപ്പോഴേ അവൻ ഈ റീസോഴ്സ് ഗാർഡിങ്, ഫുഡ് അഗ്രഷൻ, ഇത്ര ഡൊമിനൻസിയൊക്കെ അവിടെ കാണിക്കും. ഇവൻ്റെ ബാക്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റില്ല, അപ്പം അവൻ കടിക്കാൻ നോക്കും. ഇവൻ്റെ ടെസ്റ്റിക്കറ്റിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു 1.5 ഇയർ ആയി കഴിയുമ്പോൾ മേജർ ഇഷ്യൂസുകളായിട്ട് വരാനുള്ള ബിഹേവിയറിങ് പ്രോബ്ലംസുകളാണ്. അതായത് ഓണേഴ്സിന് അല്ലെങ്കിൽ കെയർടേക്കർക്കോ കടി കിട്ടാനുള്ള ചാൻസുകൾ കൂടുതൽ. അപ്പോൾ സാർ ഇവിടെ ബിസി ആകുമ്പോൾ തന്നെ ഒരു 2 സ്റ്റാഫുകളാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഒരാൾ മോർണിംഗ് കൊണ്ടുപോകും, ഒരാൾ ഈവനിങ് കൊണ്ടുപോകും. അങ്ങനെ ഒരു 2-3 കിലോമീറ്ററോളം ഇവർ ഒരു 1 ഡേ വാക്കിങ് നടക്കും. അപ്പോൾ അതൊരു നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവരെ ഓഫ് ലീഷ് വിത്ത് ഒബീഡിയൻസ്. പിന്നെ ഈ ഡോഗും കൂടി വളർന്നു വരുമ്പോൾ ഇവർക്ക് ഒരുമിച്ച് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രോബ്ലംസുകൾ ഉണ്ടാക്കുക, ബൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കാണിക്കുക. അപ്പോൾ അതൊക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് മാറാം. അപ്പോൾ എല്ലാ ആൾക്കാർക്കും എന്തുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഡോഗിന് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ഡോഗിനെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ട്രെയിൻഡ് ഡോഗല്ല ഇല്ലാത്ത ഒരു ഓണർ ഓഫീസിൽ പോകാമെന്ന് കാണാം, വന്നു ഡോഗിൻ്റെ കൂട് തുറന്നു, അവിടെ പോട്ടി ചെയ്ത് വെച്ചു, അത് ക്ലീൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കി വിളിച്ചേ വരുന്നില്ലേ,
വീടിൻ്റെ ഉള്ളിൽ ആ ഗാർഡനിൽ പോയിട്ട് ഇതൊക്കെ ക്യാപ്ചർ ചെയ്ത് നശിപ്പിച്ച് അതൊക്കെ റെഡിയാക്കാനുള്ള വർക്കിനുള്ള സമയം. അത് കഴിഞ്ഞ് മെൻ്റലി നമ്മൾ ഒരു സ്ട്രെസ്സിലോട്ടാണ് പോയത് കേട്ടോ. കാമൻ പീസാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോഗിനെ വാങ്ങിയത്. ആൾ സ്ട്രെസ്സിലോട്ടാണ് പോയത്. അതൊരു 1.5 ഇയർ വരെ കഴിയുമ്പോൾ ഡോഗ് പഠിച്ചെടുക്കും. പക്ഷേ അതിന് മുമ്പ് നമ്മൾ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 1.5 ഇയർ കഴിഞ്ഞിട്ട് പഠിച്ചാലും ഡോഗിന് പല ഡൊമിനൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ലൈനാണ്, വേറെയുള്ള ബ്രീഡുകളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസുകൾ അവർക്ക് ഓണേഴ്സിൽ നിന്നും വരും. ഇപ്പോൾ നമ്മൾ ഓണറിനെ ഇതെങ്ങനെയാണ് വായിക്കുക, എങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് വയ്ക്കേണ്ടത്, നമ്മുടെ കൈകൾ എങ്ങനെയായിരിക്കണം, അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ അവരെ ഓണേഴ്സിന് പഠിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അവർക്ക് നമ്മുടെ ഒപ്പം തന്നെ നടന്നിട്ട് നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്കതൊരു ഈസി ആയിട്ട് മാറും. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പഠിപ്പിച്ചു, നമ്മളൊപ്പം നടത്തുന്ന വീഡിയോസുകൾ നമ്മളൊപ്പം നടത്തുന്ന കാട്ടി കൊടുത്തു, നമ്മളൊപ്പം നടത്തി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവർക്ക് ആ കോൺഫിഡൻസ് വരും. ഒരു 3-4-5 വട്ടമൊക്കെ നടന്നു കഴിയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ കോൺഫിഡൻസ് വരും. അതായത് ആ ഡിസ്ട്രാക്ഷനുള്ള എല്ലാ സ്ഥലങ്ങളിലോട്ടും കൊണ്ടുപോവുക, നടത്തിക്കുക, അതൊക്കെയാണ്. അതായത് ഏത് സമയത്തൊക്കെയാണ് ഡിസ്ട്രാക്ഷൻ? വണ്ടികൾ വരുന്ന സമയത്ത്, റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത്, വേറെയുള്ള സ്ട്രീറ്റ് ഡോഗ്സുകൾ വരുന്ന സമയത്ത്. ചില സ്ട്രീറ്റ് ഡോഗുകളൊക്കെ മാറിപ്പോണതുണ്ടാവും. ചിലപ്പോൾ ഒരു 5-6 ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു പാക്ക് ലീഡറൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വരികയായിരിക്കും. ഈ 4 ഇയർ ആയിട്ടുള്ള ഡോഗ് നല്ല ഡൊമിനൻ്റ് ആയിട്ടുള്ള ഡോഗാണ്. അവൻ അങ്ങനെയുള്ള ഡോഗുകളൊന്നും വിടില്ല. ഇത് കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു ഡോഗും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴന്നെ വീടിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഫീഡ് കൊടുക്കുന്ന സമയത്ത് ആ 4 ഇയർ ആയിട്ടുള്ള ഡോഗിൻ്റെ ഫീഡ് വരെ ഈ ഡോബർമാൻ പോയിട്ട് എടുക്കുക. അവൻ്റെ അടുത്ത് പോലും ഡൊമിനൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ലാബർ ഡോഗിനെ ബ്രഷ് ചെയ്യുമ്പോഴോ കാര്യങ്ങളോ ചെയ്യുമ്പോഴോ ഒന്നും ഒരു കുഴപ്പമില്ല, കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് നിൽക്കുക. അവൻ ബേസിക് ഒബീഡിയൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡോഗാണ്. പക്ഷേ മറ്റവൻ അങ്ങനെയല്ല. അവനൊരു പർട്ടിക്കുലർ ഏരിയകളിലൊക്കെ തൊടുമ്പോഴന്നെ അഗ്രഷൻ കാണിക്കുകയാണ്. അപ്പോൾ അതൊരു 1.5 ഇയർ ഒക്കെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടിലോട്ട് വരും. റീസോഴ്സ് ഗാർഡിങ് ഒക്കെ വേറെ ലെവലിലാണ് ഡോഗ് കാണിക്കുന്നത്. അവൻ്റെ പഴയ മുമ്പത്തെ വീഡിയോ പാർട്ട് 2, 3 അത് ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ഓണർക്ക് നമ്മൾ എത്ര കോൺഫിഡൻസ് നമ്മൾ കൊടുക്കണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഓണേഴ്സ് ഇവരെ കൊണ്ടുപോകുന്നത്, ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു കോൺഫിഡൻസ് നമ്മൾ വന്ന് ഒരു 5-10 ദിവസത്തിനുള്ളിൽ ഡോഗ്സിന് ഇത്രയധികം ബിഹേവിയറിങ് മാറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ഇതൊരു ഓണർമാർ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ വെൽ ട്രെയിൻഡ് ഡോഗ്, അതായത് ഇപ്പോൾ യങ് ആയിട്ടുള്ള ഡോഗ്, ഈ ഡോബർമാൻ എന്ത് പെർഫെക്റ്റായിട്ടാണ് ട്രെയിനിങ് ചെയ്യണമെന്ന് നോക്കിയാൽ സാർ തന്നെ വാഗ്യേരെ നമ്മുടെ ഒരു ഫോളോവറും കൂടിയിട്ടാണ് സാർ. അപ്പോൾ വാഗ്യേരെ ട്രെയിനിങ്ങും അവളുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൻ്റെ കോമ്പറ്റീഷൻസുകളെ കുറിച്ചിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ സാറ് പറയണം മാക്സിനെ എനിക്ക് അങ്ങനെ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു കുറച്ചുകൂടി ഒരു 4 മാസത്തിൻ്റെ തുടങ്ങേണ്ട ഒരു പ്രോഗ്രാമാണ്. അത് ലെഫ്റ്റിൽ തന്നെ എടുത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ആ ഷേപ്പിങ്ങൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചിത് വരും. അപ്പോൾ സാറ് പറഞ്ഞു വൈശാഖന് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എനിക്ക് അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 1.5 ഇയർ 2 ഇയറൊക്കെ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം അത്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു വൈശാഖിനെ ഷോർട്ട് ടൈം പീരീഡിൽ ചെയ്യണമല്ലോ, അപ്പോൾ ഈ കോമ്പറ്റീഷനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ ആൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സാറിന് മനസ്സിലായി നമുക്കത് ട്രൈ ചെയ്യാന്നുള്ളൊരു ഇത് ഞാൻ പറഞ്ഞു. പക്ഷെ അത് നമുക്കത് കൺഫേമായിട്ട് പറ്റണമല്ല. ഒരാളൊക്കെ 1-2 ഡോഗ്സിനെ മാത്രമാണ് ആ ഒരു ലെവലിലോട്ടൊക്കെ വളർത്തിയെടുക്കുക ഓരോ ട്രെയിനേഴ്സും. അതായിരിക്കും അവരെ ഐഡൻറ്റിറ്റി. ഇപ്പം നമ്മൾ കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം വന്നു, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കാരണം കൊണ്ട് ആ ഒരു ലെവല് ഒരു കോമ്പറ്റീഷൻ അച്ചീവ് ചെയ്യാം. ഇപ്പോൾ ഭയങ്കര തിരക്കുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ ആയ കാരണം കൊണ്ടാണ് അത് ചെയ്യാണ്ടിരുന്നത് തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ അത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വാഗ്യേനെ ഒരു 1 ഇയർ ആയിട്ട് കൊണ്ടു നടന്നിപ്പോൾ മാജിക്കിനും കൂടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ ആ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ട്രാവലിങ്ങിലൊക്കെ അവരെ കൂടെ വയ്ക്കുന്നത്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബൈ റോഡ് പോയാലും കുഴപ്പമില്ല, ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് 2 ഡോഗ്സിനെയോ 1 ഡോഗിനെയോ ഒക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന സമയത്ത് ഇങ്ങോട്ടെത്തണം, അവിടെ നിന്ന് ഇങ്ങോട്ടെത്തണം, ട്രെയിൻ ബുക്ക് ചെയ്യാൻ പ്രോബ്ലം, ഭയങ്കര പ്രോബ്ലംസുകളാണ്. ബൈ റോഡാണ്, യൂബറിൽ പോലും നമുക്ക് പലപ്പോഴും അലൗ ചെയ്യില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ അതിനൊരു താല്പര്യം കാട്ടിയ ആളെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആൾ ഡോഗ്സിൻ്റെ കാര്യത്തിൽ വളരെ
എല്ലാ കാര്യങ്ങളിലുള്ള ഒരാളാണ്. നല്ല ഡെഡിക്കേഷൻ ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടായിരിക്കും അയാൾ പറഞ്ഞത്. എനിക്കൊരു ആഗ്രഹം തോന്നി, നമുക്ക് ശ്രമിക്കാൻ ഭാവിയിൽ എങ്ങനെ ഉണ്ടാവുന്നത്. ആദ്യം നമ്മുടെ ഡോഗുകളുടെ ഇതൊന്ന് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ അതൊന്ന് പഠിച്ച് അതൊരു എക്സ്പീരിയൻസ് ആവട്ടെ. നമ്മളതൊരു ഡയറക്റ്റ് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ, അപ്പോൾ അത് പോയി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കൊരു കൺഫർമേഷൻ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രാക്ടീസ് ഇവിടെ ഉള്ളിലൊക്കെ നമ്മൾ ഇന്ന് വരെ സാറിൻ്റെ ഒപ്പമുള്ള പ്രാക്ടീസിങ്ങൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഔട്ട് സൈഡിലുള്ളൊരു പ്രാക്ടീസിങ് ആയിരുന്നു. नहीं जाना। ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണോമാർ. അപ്പോൾ നമ്മൾ മാക്സിൻ്റെയും ബ്രൗണിയുടെയും ട്രെയിനിങ്ങിന് വന്നിട്ട് ഇപ്പോൾ ഒരു 7 days ആയി. അപ്പോൾ നമ്മളൊരു 5 days തന്നെ ഇവർക്ക് കുറച്ച് കമാൻഡ്സുകളൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇവനെയാണ് ബേസിക് ഒബീഡിയൻസ് ഒന്നും ചെയ്യാണ്ടിരുന്നു പറഞ്ഞ ഡോഗ്. ബ്രൗണിക്ക് അത്യാവശ്യം ബേസിക് ഒബീഡിയൻസ് കാര്യങ്ങളൊക്കെ അറിയും. അപ്പോൾ പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട്, ഡോഗ്സിനെ ആക്ഷനിലൂടെ മാത്രമാണ് വളരെ പെട്ടെന്ന് തന്നെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്ന്. ഒരു കമാൻഡൊക്കെ ഒരുപാട് തവണ പറഞ്ഞാൽ മാത്രമാണ് ഒരു ഡോഗിനെ ഒബ്സർവ് ചെയ്യുള്ളൂ ഒരു ഡോഗ്, അങ്ങനെയൊക്കെയുള്ള ധാരണയുണ്ട്. എൻ്റെ ഒരു ട്രെയിനിങ് ജേണിയിൽ എനിക്ക് ആദ്യം അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഡെവലപ്പായി വരുന്ന സമയത്ത് ഏത് സമയത്ത് നമ്മൾ എങ്ങനെയുള്ള കമാൻഡുകൾ ഡോഗുകൾക്ക് പറയണം, എങ്ങനെയുള്ള പ്രൊനൗൺസിയേഷൻ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ട് വരും. അതിന് ശേഷം നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ടൈമിങ്, ഡോഗ് ഒബ്സർവ് ചെയ്യുന്ന ടൈമിങ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡോഗ് ക്യാച്ച് ചെയ്യുന്ന കമാൻഡുകൾ, പ്രൊനൗൺസിയേഷൻ, വോയിസ്, അത് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കറക്റ്റായിട്ട് രണ്ടും കറക്റ്റ് ടൈമിങ്ങിലാണെങ്കിൽ അതവിടെ പ്രോസസ്സാവും. അതിനൊരുപാട് സമയം വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഇൻ ഫ്രണ്ട് ഓഫ് ഡോഗിൻ്റെ നിൽക്കണില്ല. ഇപ്പോൾ ഇവൻ്റെ നമ്മൾ ലെഫ്റ്റിലാണ് ട്രെയിനിങ് ചെയ്യാറുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും നിൽക്കണില്ല. നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഡോഗിനെ, ഇവനെ മാക്സിനെ ഓരോ വേർഡ്സിൽ തന്നെ നമുക്ക് ഡോഗിൻ്റെ അടുത്ത് കമാൻഡ് പറയാം. ഞാൻ എൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് ഉപയോഗിക്കണില്ല, ലെഗ് മൂവ്മെൻറ്റ് ഉപയോഗിക്കണില്ല, ഓൺലി എൻ്റെ വോയിസിലാണ് ഓരോ കമാൻഡുകൾ നമുക്ക് ചെയ്യാൻ പോണത്. നമുക്ക് നോക്കാം. വോയിസിൽ കറക്റ്റായിട്ട് ഡോഗ് ക്യാച്ച് ചെയ്തിട്ടുണ്ടോ വോയിസ് എന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും വോയിസിൽ ക്യാച്ച് ചെയ്യണ്ടോ എന്ന്. ഇപ്പോൾ ഡോഗ് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡിലാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരുന്നതാണ്, എൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയില്ലല്ലോ, അത് കാരണം കൊണ്ട് ഡോഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പേഷ്യൻസിൽ. അല്ലെങ്കിൽ വന്നിട്ട് ഇറിറ്റേഷനൊക്കെ ചെയ്യുവാൻ ഭയങ്കരമായിട്ട്. ഈ ഒരു ഏജുള്ള ഡോബർമാൻസിൻ്റെ ക്യാരക്ടർ അറിയാമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇവനൊന്ന് വിളിക്കാം, അതിനുള്ള കമാൻഡാണ് ഉപയോഗിക്കുന്നത്. കൈ ഞാൻ അനക്കണില്ല കേട്ടോ. ഡോഗ് നല്ല അലേർട്ടാണെന്നുള്ളതിനുള്ള ഒരിതാണ്. അവിടെ ഒരു അനക്കം കേട്ടപ്പോഴും അവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ അക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മേത്തൊക്കെ കയറിയിട്ട്. അപ്പോൾ ഞാൻ കൈയും കാലം അനക്കണില്ല, ഓൺലി കമാൻഡുകളാണ് പറയാൻ പോണത്. അതിന് അപ്രിഷിയേഷനായിട്ട് കൊടുക്കുന്നത്, അതായത് പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് മെത്തേഡിലാണ് നമ്മൾ ട്രീറ്റ് കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് റീഫോഴ്സ്മെൻറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വോയിസിലുള്ള അപ്രിഷിയേഷൻ മാത്രം. ഡൗൺ, സ്ലീപ്പ്. ഇപ്പോൾ സ്ലീപ്പായിരിക്കുകയാണ് ഡോഗ്. ക്യുക്ക്, ക്യുക്ക് എന്ന് പറഞ്ഞാൽ കം എന്നുള്ള കമാൻഡാണ്. ഇനി സിറ്റ്, ഡൗൺ, സ്ലീപ്പ്, ക്യുക്ക്, സ്പീക്ക്, ഗുഡ് ബോയ്, ക്യുക്ക്. ഇനി അപ്പോൾ വോയിസിൽ പഠിക്കില്ല ഡോഗ് എന്ന് പറയരുത്. അപ്പോൾ ഹാൻഡിൻ്റെ ഒന്നും മൂവ്മെൻ്റ് ആവശ്യമില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഓരോ ധാരണയുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം. ഇതല്ല, ഇതൊരു ഷോർട്ട് ടൈം
പീരീഡിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഒരാളിൽ ഒരു ഫുള്ളായിട്ടുള്ള ഒരു വിശ്വാസം വെച്ച് പുലർത്തിയാൽ മാത്രമാണ് നമ്മൾ ആ പഠിക്കുന്ന ഒരു കാര്യത്തിന് നല്ലൊരു പോസിറ്റീവ് എനർജിയും പെട്ടെന്ന് തന്നെ നമുക്കത് സ്വായത്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് റിയലാണ്, ഇത് നല്ലൊരു വേ ഓഫ് മെത്തേഡാണെന്നൊക്കെ ഉള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി കണ്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒബ്സർവേഷനും വിശ്വാസവും അത്രമാത്രം മതി. നമുക്ക് ഒരു വട്ടം കൂടി ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ അവ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു, സ്ലീപ്പില്ല, കിടക്കണ കാണുമ്പോൾ തോന്നുന്നു എന്ത് പാവമായിട്ട് കിടക്കുന്ന ഡോഗാണെന്നല്ലേ. പക്ഷേ ഇവൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻറ്റാണ്. പക്ഷേ ഞാൻ ഇവന് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നിർത്താനുള്ള കമാൻഡ് നോ എന്നുള്ളതിന് നമ്മളുള്ള പ്രൊനൗൺസിയേഷനാണ് ഇനഫ്. ഇപ്പോൾ ഒരു വട്ടം കൂടി ഡൗൺ ആക്കി വെച്ചിട്ട് ഡൗൺ, ക്യൂ, സിറ്റ്, ടച്ച്, ഗുഡ്. ഇതേക്ക ഞാൻ കയ്യ കാലം ഒന്നും എനിക്കില്ല. സ്പീക്ക്, സ്പീക്ക്, ഗുഡ് ബൈ, ക്രേസി, സിറ്റ്, സ്ലീപ്പ്. ഡയറക്റ്റ് നമ്മൾ ഡൗൺ കൊടുക്കാണ്ട് സ്ലീപ്പിലേക്ക് കേട്ടോ കൊടുത്തത്. നമുക്ക് ആ വോയിസ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറേ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയാണിത്, അത് നമുക്ക് മാറ്റിയെടുക്കാം. നിലയ്ക്ക് നിർത്താനുള്ളതാണ് കമാൻഡുകൾ. ഒരു ഡോഗിനെ അനുസരിപ്പിച്ച് കോപ്പറേറ്റ് ചെയ്യാനുള്ളതല്ല, നിലയ്ക്ക് നിർത്താനുള്ളത്. അവർക്കടക്കം ഒരു ഇറിറ്റേഷൻ ഇല്ലാണ്ട് കമാൻഡുകൾ യൂസ് ചെയ്തിട്ട് പോകണം. ബസ് ഗുഡ് ബൈ. ഇങ്ങനെ ഫുൾ ട്രെയിനറായിട്ടുള്ള, ഞാൻ മുമ്പത്തെ വീഡിയോകൾ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കാം, അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ട്രെയിനറായിട്ടുള്ള ബോണ്ടിങ് ആണ് ഏറ്റവും വലിയ കാര്യം. ഇവൻ എന്തൊക്കെയാണ് എൻ്റെ ഒപ്പം ചെയ്യാമെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇവനെ എത്ര സമയം ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഇവനായിട്ട് എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇവനായിട്ടും മറ്റേ ഡോഗായിട്ടും രണ്ടുപേരായിട്ട് എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എവിടെയാണ് ഇവർ ഉറങ്ങണത്, ആരൊക്കെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഞാൻ ഇവൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ഇവൻ്റെ ടീച്ചറാണ്, വേറെ ആരുമല്ല. ഫ്രണ്ടായ കാരണം കൊണ്ട് അനുസരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക? ഞാൻ ഒരു ട്രെയിനറാന്നുള്ള പോലെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, അതൊന്നും ഇവർക്കറിയില്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ആരോ അവിടെ വന്നിട്ടുണ്ട്, ആൾ ഒബ്സർവേഷനിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവനെ നമുക്ക് ഗാർഡിങ് ട്രെയിനിങ് കൂടി പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ ഇതിൽ പറഞ്ഞു തരാനുള്ളത്. അതായത് വോയിസ് ഒബ്സർവ് ചെയ്യില്ല ഡോഗ്, അതിന് ഇത്ര സമയം എടുക്കും, ഇത്ര വട്ടം ഒരു കമാൻഡ്, അതൊക്കെ ബ്രീഡിലും ട്രെയിനറിലും അതിൻ്റെ ഒബ്സർവേഷനിലൊക്കെ ഏത് സമയത്തും. ഇപ്പോൾ ഒരാൾക്കൊരു ശ്രദ്ധയില്ലാണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്, അയാളുടെ അടുത്ത് ഞാൻ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുകയാണ്, അതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? അയാളുടെ ശ്രദ്ധ ഇവിടേക്കുള്ള സമയത്താണ് ഞാൻ സംസാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംസാരത്തിനൊരു ഗുണമുണ്ട്. അതിൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവരായിട്ടുള്ള ലാംഗ്വേജ് അല്ല, പ്രൊനൗൺസിയേഷനാണ്. അത് ആക്ഷൻ ആണെങ്കിലും വോയിസ് ആണെങ്കിലും രണ്ടും ഒരേപോലെയുള്ള കാര്യങ്ങളാണ്. ആ വോയിസിനെ കറക്റ്റായിട്ട് അവിടേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് കാര്യം. ഈ ഒരു ആക്ഷനുകളും നല്ല പെർഫെക്റ്റ് തന്നെയാണ്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയും ഒരു വേ ഓഫ് മെത്തേഡ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതിവിടെ പ്രാക്ടിക്കലായിട്ട് ഞാൻ കാട്ടിയിരുന്നത്. കാരണം ഇതിവിടെ കുറച്ചിങ്ങനെ ചില ആൾക്കാരുടെ ക്വസ്റ്റ്യനുകളും കുറച്ച് കാര്യങ്ങളായിട്ട് വന്നു. എല്ലാവർക്കും ഉള്ളതായിരിക്കാം, ഒരു ട്രെയിനർമാരായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്കൊരു ക്ലിയർനെസ് വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മാക്സിൻ്റെയും ബ്രൗണിയുടെയും ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണാം. പിന്നെ നമ്മുടെ ഈ വീഡിയോസിൻ്റെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം.